അധികാരം പിടിക്കാനെന്ന വ്യാജേന കേന്ദ്രത്തിൽ നിന്നും ഒഴുക്കിയ കോടികളുടെ ഫണ്ടിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നടത്തിയത് വൻ കൊള്ളയാണ്. അഴിമതി നടത്തിയെന്നതിന്റെ വ്യക്തമായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്ര നേതൃത്വം അനുവദിച്ച ഫണ്ടിൽ നിന്നും കോടികൾ മുക്കിയ സംഭവത്തിൽ അന്വേഷണം മുന നീളുന്നത് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ വലം കൈയായ ഉന്നത നേതാവിലേക്ക്. അഴിമതിക്കെതിരെ വാതോരാതെ സംസാരിക്കുന്ന ബി.ജെ.പിയുടെ യഥാർത്ഥ മുഖമാണ് സ്വന്തം പാർട്ടിയിലെ കേന്ദ്ര ഓഡിറ്റിംഗ് സംഘം തന്നെ ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലായി ഏകദേശം 500 കോടിയോളം രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് ഒഴുക്കിയെത്തിയത്. ഇതിൽ കൊടികളും ഫ്ലെക്സുകളും വാങ്ങിയ വകയിൽ മാത്രം 1.5 കോടി രൂപയുടെ വ്യാജ ബില്ലുകളാണ് ഇവർ ചമച്ചത്. കേന്ദ്ര ഓഡിറ്റ് സംഘം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ 12 കോടിയോളം രൂപയുടെ ഭീമമായി തിരിമറിയാണ് കണ്ടെത്തിയത്. തന്റെ വലം കൈ നടത്തിപ്പോന്ന കോടികളുടെ സാമ്പത്തിക അഴിമതികളെക്കുറിച്ചും സ്വന്തം മൂക്കിന് താഴെ നടന്ന ഈ പകൽ കൊള്ളയെക്കുറിച്ചും സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ഒന്നും അറിഞ്ഞില്ലെന്ന പതിവ് ന്യായീകരണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിദേശയാത്രയുടെ മറവിൽ ഒളിച്ചുകൊണ്ട് വിശ്വസ്തനായ നേതാവിന് ഫണ്ട് വിനിയോഗത്തിന്റെ പൂർണ്ണ ചുമതല നൽകി അഴിമതിക്ക് വഴിയൊരുക്കുകയായിരുന്നു പ്രസിഡന്റ് ചെയ്തതെന്ന ആക്ഷേപവും ശക്തമാണ്. കേന്ദ്ര സംഘം കട്ടപ്പണം പൊക്കിയ ശേഷമാണ് പ്രസിഡന്റ് പോലും കണ്ണു തുറന്നതത്രേ. നാണം കെട്ട അഴിമതി പുറത്തായതോടെ പാർട്ടിയിലെ ചിലരെ ബലിയാടാക്കി മുഖം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി.ജെ.പി. നേതൃത്വം. വിവാദത്തിന് പിന്നാലെ സംസ്ഥാന തട്ടകത്തിൽ നിർണായക ചുമതലകൾ വഹിച്ചിരുന്നവർക്കെതിരെ അച്ചടക്ക നടപടിയുടെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി എം.പി. അഞ്ജന രഞ്ജിത്തിനെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ചുമതലയിൽ നിന്നും മാറ്റുകയും തട്ടിയെടുത്ത 1.5 കോടി രൂപ ഉടൻ തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, സംസ്ഥാന സമിതി അംഗം പാങ്ങാപ്പാറ രാജീവ് എന്നിവരെയും ചുമതലകളിൽ നിന്ന് നീക്കി. ഓഫീസ് ചുമതലക്കാരും പ്രാദേശിക നേതാക്കളും മാത്രം വിചാരിച്ചാൽ കോടികളുടെ ഫണ്ട് അട്ടിമറി നടക്കുമോ? യഥാർത്ഥ സൂത്രധാരനായ രാജീവ് ചന്ദ്രശേഖറിന്റെ വലം കൈയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നാടകമല്ലേ ഈ അച്ചടക്ക നടപടിയെന്നും ചോദ്യമുയരുന്നുണ്ട്. നാണക്കേട് ഭയന്ന് തട്ടിയെടുത്ത പണം നിശബ്ദമായി തിരിച്ചടപ്പിച്ച് കേസ് ഒതുക്കി തീർക്കാനാണ് ബി.ജെ.പി. അണിയറിയൽ ശ്രമിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോടികളുടെ കള്ളപ്പണം ഒഴുക്കിയ ബി.ജെ.പിയുടെ ഈ കൊള്ളയ്ക്കെതിരെ എൽ.ഡി.എഫും കോൺഗ്രസും ശക്തമായ രാഷ്ട്രീയ ആയുധങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു. വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്ന രാജീവ് ചന്ദ്രശേഖർ സ്വന്തം വലം കൈയായ ഉന്നത നേതാവിനെതിരെ നടപടിയെടുക്കുമോ അതോ അഴിമതി പണം വീതം വെച്ച് കേസ് മുക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. അഴിമതിരഹിത ഭരണം പ്രസംഗിക്കുന്ന ബി.ജെ.പിയുടെ പൊള്ളത്തരം ഒരിക്കൽ കൂടി കേരളത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്.